എവരിവൺ, ഏവർക്കും ടൂസിക് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് എക്സാമിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു റിവിഷൻ സ്പെഷ്യൽ ക്ലാസ് ആണ്. മുൻ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഉൾപ്പെടുന്ന ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സിവിലൈസേഷൻസ് ആണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാറുണ്ട്. നമ്മൾ മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ തന്നെ ആ പോർഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് റിനൈസൻസ്, റീഫോർമേഷൻ ആൻഡ് ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് എന്ന് പറയുന്നത്. റിനൈസൻസ് അതായത് ലോക നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ള ബുക്സ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വക്താക്കളുടെ പേരുകൾ, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു പോകേണ്ടതാണ്. പിന്നീട് ഒരു ഏരിയ എന്ന് പറയുന്നത് മിഡീവൽ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഈ 3 ഏരിയാസ് ആണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. സിവിലൈസേഷൻസ്, അതുപോലെ തന്നെ റിനൈസൻസ്, റീഫോർമേഷന്, ദെൻ മിഡീവൽ വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിനൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻപ്രൈസ് ഓഫ് ഹോളി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറാസ്മസ് ആണ്. നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. റിനൈസൻസ് എടുക്കുകയാണെങ്കിൽ വേൾഡ് റിനൈസൻസിൽ നവോത്ഥാന കാലത്തെ പ്രധാനമായിട്ടുള്ള സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്രാർക്കിനെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിലാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് പെട്രാർക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് സീക്രട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ്സ് നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുക. നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് പെട്രാർക്കാണ്, അദ്ദേഹത്തിന്റെ കൃതിയാണ് സീക്രട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനമായിട്ടുള്ള സാഹിത്യകാരന്മാരും അവരുടെ പുസ്തകങ്ങളും നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യന്മാരുടെ കൃതിയോടൊപ്പം തന്നെ അവർ ഏത് രാജ്യത്താണ് ജീവിച്ചിരുന്നത് എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഈ ഒരു ടേബിളിൽ നിന്നും ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കിക്കേ, പെട്രാർക്കാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് സീക്രട്ടം, അതുപോലെ തന്നെ ലോറയ്ക്കുള്ള ഗീതങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ദാന്തെയുടെ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ബൊക്കാച്ചിയോയുടെ ഡെക്കാമറൻ കൃതികൾ, അതുപോലെ തന്നെ റോജർ ബേക്കന്റെ നോവം ഓഗാനം ആൻഡ് സെർവാന്തയുടെ ഡോൺ കിക്സോട്ട്, ദെൻ അതുപോലെ തന്നെ മാക്വെല്ലിയുടെ ദ പ്രിൻസ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, മാക്വെല്ലിയുടെ പ്രിൻസ് എന്ന് പറയുന്നത്. ആൻഡ് തോമസ് മൂറിന്റെ ഉട്ടോപ്പിയ. ദെൻ നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇൻപ്രൈസ് ഓഫ് ഹോളി എന്ന് പറയുന്നത് ഇറാസ്മസിന്റെ ആണ് കേട്ടോ. ഇനി ഇറാസ്മസിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹ്യൂമനിസത്തിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നതും ഇറാസ്മസിനെയാണ്. ഇനി ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരും അവരുടെ കൃതിയും അവരുടെ രാജ്യം ഏതാണെന്ന് കൂടി ഒന്ന് നോക്കി വെക്കാം. ഇറാസ്മസ് നമുക്കറിയാമല്ലോ, ഇൻപ്രൈസ് ഓഫ് ഹോളി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് നെതർലാൻഡ് ആണ് കേട്ടോ. അടുത്തത് ജെഫ്രി ചോസർ ആണ്. കാന്റർബറി കഥകളാണ് അദ്ദേഹത്തിന്റെ കൃതി. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം വസിച്ചിരുന്നത്. തോമസ് മൂർ ഉട്ടോപ്പിയ ആണ് അദ്ദേഹത്തിന്റെ കൃതി. അദ്ദേഹത്തിന്റെ ദേശവും ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ മിഗ്വൽ ഡി സെർവാന്തെ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഡോൺ കിഹോട്ട് ആണ് അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് സ്പെയിൻ ആണ്. അതുപോലെ തന്നെ ഫ്രാൻസ്വ റാബാലയി, അദ്ദേഹത്തിന്റെ കൃതികളാണ് ഗർഗൻഡുവയും അതുപോലെ തന്നെ പാൻഡഗ്രൂലും. അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത് നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് പെട്രാർക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതി സീക്രട്ടമാണ്. പിന്നീട് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇറാസ്മസ് ആണ്. അദ്ദേഹത്തിന്റെ കൃതി ഇൻപ്രൈസ് ഓഫ് ഹോളി ആണ്. ഇറാസ്മസിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഹ്യൂമനിസത്തിന്റെ രാജകുമാരൻ എന്ന പേരിലാണ്. അപ്പോൾ ഈ ഏരിയ മറക്കാതെ പഠിച്ചു പോവുക. വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ
നമ്മൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് മിഡീവൽ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മധ്യകാലഘട്ടത്തിലെ പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അത് മുൻവർഷങ്ങളിൽ മുടങ്ങാതെ വന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നുമാണെന്ന് എടുത്തു പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊർദോവ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വരുമെന്നുള്ളത്. 100% ഷുവറായിട്ട് ആ വർഷം ആ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, സർവകലാശാലകൾ എന്ന് പറയുമ്പോൾ ഇറ്റലിയിലെ സർവകലാശാലകളാണ് പാവിയ ആൻഡ് പാദുവ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് എളുപ്പം ഓർത്തിരിക്കാം, രണ്ടും പാ എന്ന ലെറ്ററിലാണ് അല്ലെങ്കിൽ പി എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റലി എന്ന് പറയുമ്പോൾ രണ്ട് പി ആണ്, അതായത് പാവിയ ആൻഡ് പാദുവ. ഓക്കെ, അടുത്തത് സ്പെയിൻ ആണ് കേട്ടോ. സ്പെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ആവർത്തിച്ച് വന്നിട്ടുള്ളത് കൊർദോവ യൂണിവേഴ്സിറ്റി ആണ്. ഇനി കൊർദോവ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് സ്പെയിനിൽ ആരാണ് കൊർദോവ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ സ്പെയിനിൽ കൊർദോവ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അറബികളാണ് കേട്ടോ. അപ്പോൾ അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു മധ്യകാല ഘട്ടത്തിലെ സർവകലാശാലയാണ് കൊർദോവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. മുൻവർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊർദോവ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ സ്പെയിൻ ആണ്. അതുപോലെ തന്നെ പാർമ എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയും സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല ഈ വർഷം വേണമെങ്കിൽ പാർമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ കയറി വരാം. ഓക്കെ, അടുത്തത് ഫ്രാൻസിൽ. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പാഡു എന്നുള്ളൊരു വാക്ക് ഓർത്തിരിക്കുക. പാഡു, അപ്പോൾ പാ എന്ന് പറയുമ്പോൾ പാരീസ്. അപ്പോൾ പാരീസും തുലൂസുമാണ് ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പാഡു എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. പാരീസ് ആൻഡ് തുലൂസ് ആണ് ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ സംശയമൊന്നും തോന്നത്തില്ല. കാരണം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലും അത്യാവശ്യം റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ പാദുവ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ പഠിച്ചു പോണേ. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 100% ഞാൻ ഉറപ്പ് പറയുന്നു, നമുക്ക് ഒരു മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇറ്റലി എന്ന് പറയുമ്പോൾ പാവിയ ആൻഡ് പാദുവ, സ്പെയിൻ എന്ന് പറയുമ്പോൾ കൊർദോവ ആൻഡ് പാർമ, ഫ്രാൻസ് എന്ന് പറയുമ്പോൾ പാഡു. പാഡു മീൻസ് പാ എന്ന് പറയുമ്പോൾ പാരീസ്, ടു എന്ന് പറയുന്നത് തുലൂസ് ആണ്. ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് ആണ് ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് പുരാതന ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിനുശേഷം മഹാജനപദാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നീട് മഹാജനപദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ഡൈനസ്റ്റിയിലെ പ്രധാനമായിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മുൻവർഷങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ റിവിഷനോട് അനുബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം, അതുപോലെ തന്നെ മുഗൾ ഭരണം, പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഏറ്റവും ആവർത്തിച്ച് വന്നിട്ടുള്ളത് മധ്യകാലഘട്ടത്തിലെ നിർമ്മിതികളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമുകൾ കുറച്ചധികം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആവർത്തിച്ച് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഖജുരാവോ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മധ്യപ്രദേശിലാണ് കേട്ടോ. ഖജുരാവോ എന്ന് പറയുന്ന ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതും ആസാമിലാണ് കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് പോകാം. തന്നിട്ടില്ല എല്ലാ ടെമ്പിൾ കൺസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നിട്ടുള്ളത് മഹാബലിപുരത്തെ പഞ്ചരഥങ്ങളുടെ ഇമേജസ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ SCERT ടെക്സ്റ്റിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള
എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിട്ടുള്ള രാജാക്കന്മാരാണ് പല്ലവന്മാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പല്ലവന്മാരുടെ പ്രധാനമായിട്ടുള്ള ഒരു തുറമുഖ നഗരം കൂടിയാണ് മഹാബലിപുരം. അപ്പോൾ മഹാബലിപുരത്ത് പല്ലവ രാജാവായിട്ടുള്ള നരസിംഹവർമ്മന്റെ കാലഘട്ടത്ത് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവയുടെയൊക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ക്ഷേത്ര നിർമ്മിതികളാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രങ്ങളും. പിന്നീട് ഒരു 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലോറ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ബൗദ്ധ, വൈഷ്ണവ, ശൈവ ഇവയുടെ എല്ലാം ക്ഷേത്രങ്ങൾ നമുക്ക് ഈ എല്ലോറയിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് അസമിലെ കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാമാഖ്യ ടെമ്പിളിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒറ്റക്കല്ലിൽ നിർമ്മിതിയെ കൂടാതെ ചെത്തി മിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അതായത് ഒന്നിലധികം നിലകളോട് കൂടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കാമാഖ്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാൻ സാധിക്കും, വളരെ ഒരുപാട് റീൽസുകൾ വരുന്നൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ചോള രാജാവായിട്ടുള്ള രാജരാജൻ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും തഞ്ചാവൂരിലാണ് കേട്ടോ ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് മറ്റൊരു ഹൈലൈറ്റ്, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ ഖജുരാവോ ടെമ്പിൾ എന്ന് പറയുന്നത്. മധ്യപ്രദേശിലാണ് ഖജുരാവോ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഖജുരാവോ ടെമ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്ര ഭിത്തികളിലൊക്കെ തന്നെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു രീതിയാണ് മധ്യപ്രദേശിലെ ഖജുരാവോ ടെമ്പിളിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേൾഡ് റിനൈസൻസ് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ റിനൈസൻസ് ആൻഡ് കേരള റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പോയിന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അപ്പോൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതായത് സതി പോലെയുള്ള അനാചാരങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൽ തന്നെ നിർണായകമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ള അദ്ദേഹം 1828 ഇത്തരത്തിൽ ബ്രഹ്മസമാജം കൊൽക്കത്തയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളതാണ്. വൈകുണ്ഠ സ്വാമികളാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് റിനൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കുറച്ച് പോയിന്റ്സിലേക്ക് കടക്കാം. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വിശകലനം ചെയ്യുന്ന ഒരു ടേബിളാണിത്. വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ പോലും ഇനി പഠിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്ക് 100% ഉറപ്പ് പറയാം, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസിൽ ഉൾപ്പെടുന്ന ഒന്നാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് പറയുന്നു ഈ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം തുടങ്ങിയവയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോരാടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പ്രസ്ഥാനം ആരംഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നവോത്ഥാനത്തിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്.
കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ടാണ് നവോത്ഥാന മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി അയ്യങ്കാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അയ്യങ്കാളി. അദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘമാണ് സാധുജന പരിപാലന സംഘം എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. അടുത്തത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘം എന്ന പ്രസ്ഥാനത്തിന്റെ വക്താവാണ് കേട്ടോ. അപ്പൊ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, അതുപോലെ തന്നെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം തുടങ്ങിയിട്ടുള്ളവ. ഇനി സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം രൂപീകരിച്ചു. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. അദ്ദേഹമാണ് NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണത്തിന് തുടക്കം കുറിച്ചത്. VT ഭട്ടതിരിപ്പാട് ആണ് യോഗക്ഷേമ സഭ എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിന്റെയാണ് യോഗക്ഷേമ സഭ. ആൻഡ് കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ വക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചിട്ടും അവരുടെ പ്രസ്ഥാനങ്ങൾ അതേപോലെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പോർഷൻസ് നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ആ വർഷവും ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ടേബിൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കും. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത്. സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളുടേതാണ് കേട്ടോ. മറക്കാതെ പോർഷൻസ് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ് സ്ട്രക്ചർ ആൻഡ് ഇന്റീരിയർ ഓഫ് എർത്ത്, അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ്, മാപ്പ്, ദെൻ സോളാർ സിസ്റ്റം ആൻഡ് ഓഷ്യൻ ആൻഡ് കറൻസ്. പിന്നീട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ റിവേഴ്സിന്റെ പോർഷൻസ് ഇപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് എക്സാമിന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ റിവേഴ്സുമായി ബന്ധപ്പെട്ട് ഒറിജിൻ ആൻഡ് ലെങ്ത് ഉൾപ്പെടുന്ന ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ അഡ്വാൻസ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ 3 നദികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ലെങ്ത് കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരി നദിയാണ് കേട്ടോ. പിന്നീട് കൃഷ്ണ, അറ്റ് ലാസ്റ്റ് ആണ് കാവേരി നദി വന്നിട്ടുള്ളത്. കാവേരി നദിക്കാണ് നീളം കുറവ്. ഇനി നമ്മൾ ഈ മാച്ച് ദ ഫോളോവിംഗ് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി കുന്നുകളിലാണ് കേട്ടോ. കാവേരി നദിയുടെ ഉത്ഭവം ബ്രഹ്മഗിരി കുന്നുകളിലാണ്. കാവേരി നദിയുടെ ലെങ്ത് വന്നിട്ട് 800 കിലോമീറ്റർ ആണ് കേട്ടോ. അടുത്തത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാബലേശ്വറിലാണ് കേട്ടോ. മഹാബലേശ്വറിലാണ് കൃഷ്ണ നദിയുടെ ഉത്ഭവം. കൃഷ്ണ നദിയുടെ ലെങ്ത് വന്നിട്ടെന്ന് പറയുന്നത് എത്രയാണ്? 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തത് ഗോദാവരിയാണ്. ഗോദാവരി നാസിക്കിലെ ആണ് ഉത്ഭവിച്ചത്. ഗോദാവരി നദിയുടെ നീളം വന്നിട്ട് 1465 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ലെങ്ത് കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. അത് കഴിഞ്ഞ് വരുന്ന നദി കൃഷ്ണ, അറ്റ് ലാസ്റ്റ് ആണ് കാവേരി നദി വരുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നദികളെ ഉപദ്വീപീയ നദികളെന്നും ഹിമാലയ നദികളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സിനേക്കാളും പഴക്കമുള്ളതും അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ വറ്റിപ്പോകുന്നതുമായിട്ടുള്ള നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ നദികളിലും ബംഗാൾ ഉൾക്കടലിൽ അല്ലെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനമായിട്ടുള്ള നദികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇവ 4ഉമാണ് ഉപദ്വീപീയ നദികളെന്ന് പറയുന്നത്. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി എന്ന് പറയുന്നത്. മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് റായ്പൂരിൽ, അതായത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാമ എന്ന പ്ലേസിലാണ്. ഇനി പ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളാണ് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ തുടങ്ങിയിട്ടുള്ളവ. അടുത്തത് ഗോദാവരി നദിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലാണ് ഉത്ഭവിക്കുന്നത്.
ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമാണ് ഗോദാവരി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ദക്ഷിണ ഗംഗ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ പോഷക നദികൾ എന്ന് പറയുന്നത് പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചീര തുടങ്ങിയിട്ടുള്ളവരാണ് ഗോദാവരി നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. അടുത്തത് കൃഷ്ണ നദിയാണ് കേട്ടോ. അപ്പോ കൃഷ്ണ നദി എന്ന് പറയുന്നത് സഹ്യാദ്രിയിലെ മഹാബലേശ്വറിലാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗോദാവരിയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിക്കണം: ഗോദാവരി, കൃഷ്ണ, കാവേരി. ദെൻ പോഷക നദികൾ എന്ന് പറയുന്നത് കൊയ്ന, അതുപോലെ തന്നെ തുംഗഭദ്ര, ഭീമ തുടങ്ങിയിട്ടുള്ള നദികളാണ്. അടുത്തതാണ് കാവേരി നദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാവേരി നദി എന്ന് പറയുന്നത് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ, അതായത് കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഇനി പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 സെഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണെന്നുള്ളത് ഗോദാവരി ആണല്ലോ കറക്റ്റ് ആൻസർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആൻഡ് അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലുത് ഗോദാവരിയാണ്. അത് കഴിഞ്ഞാൽ കൃഷ്ണ, അറ്റ് ലാസ്റ്റ് കാവേരി. ഓക്കെ, അപ്പൊ ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ മഹാനദി, ഗോദാവരി, നർമ്മദ ആൻഡ് കാവേരി എന്നിങ്ങനെയാണ് പോകുന്നത്. അടുത്തത് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ അല്ലെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നർമ്മദ, താപ്തി, ലൂണി ഇവ മൂന്നുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ. നതാലു എന്നൊരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കീവേഡ് ഓർത്തിരിക്കണം കേട്ടോ. നർമ്മദ, താപ്തി, ലൂണി ഇവയുടെ മൂന്നിന്റെയും ഫസ്റ്റ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നതാലു എന്നൊരു കീവേഡ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ നർമ്മദ നദി എന്ന് പറയുന്നത് അമർഖണ്ഡ് പീഠഭൂമിയിലാണ് ഉത്ഭവിക്കുന്നത്. ഇനി എന്താണ് നദിയുടെ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിന്ധ്യ പർവ്വതത്തിനും സത്പുര പർവ്വതത്തിനും ഇടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. താപ്തി നദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മുൾനായ്, അതായത് വേട്ടൂർ ജില്ലയിലെ മുൾനായിൽ ഉത്ഭവിച്ചു മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ലൂണി നദി എന്ന് പറയുന്നത് പുഷ്കർ, അതായത് രാജസ്ഥാനിലെ പുഷ്കറിലാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി നദി എന്ന് പറയുന്നത്. അതുപോലെ മഴക്കാലത്ത് മാത്രമാണ് ഈ നദിയിൽ നീരൊഴുക്ക് സജീവമായിട്ട് ഉള്ളത്. ഓക്കെ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതും എന്നാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന കാറ്റഗറി 3യിലും കാറ്റഗറി 2യിലും ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാപ്പിൽ നിന്നുമുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഫ്രാക്ഷനും ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ 4 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിയിലുള്ള തോതിനെ പ്രദർശക ഭിന്നകമാക്കുക, അതായത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിവിധ രാജ്യങ്ങൾ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ വ്യത്യസ്തമാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകളാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇഞ്ച്, മൈൽ, ഫർലോങ് തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകളാണ് പ്രചാരണത്തിലുള്ളത്. അപ്പം ഇന്ത്യയിലെ യൂണിറ്റുകളുടെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യക്കാർക്ക് വിശകലനം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ. സോ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, അതായത് ഭിന്നക രീതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഭിന്നക രീതിയിൽ നമ്മൾ ഈ തോത് അല്ലെങ്കിൽ അളവ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഭൂപടം, ദൂരവും രീതിയും തോതും തയ്യാറാക്കുന്നത്. അപ്പം ഭൂപടത്തിലെ ദൂരവും ഭൂമിയുടെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ 5 കിലോമീറ്റർ എന്ന് കാണിക്കുന്ന പ്രസ്താവനയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1:5 lakh എന്ന് ഭിന്നക രീതിയിൽ എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയാണ്, 1 സെന്റിമീറ്റർ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:4 lakh ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത്
ജോഗ്രഫിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിന്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്ത ദിനം ഏതാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിസംബർ 22 ആണ് കേട്ടോ. അപ്പോൾ ഡിസംബർ 22 ശൈത്യ അയനാന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂര്യൻ ഉത്തരായനം ആരംഭിക്കുന്നത് മാർച്ച് 21. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആ പോർഷൻസ് കൂടി ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കുറച്ചു നാൾ മുതൽ അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ഭ്രമണം, എന്താണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പൊ ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും അതോടൊപ്പം തന്നെ സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സൂര്യനെ വലം വെക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പരിക്രമണം എന്ന് പറയുമ്പോൾ 365 ദിവസമാണ് ഒരു തവണ ഭൂമിക്ക് സൂര്യനെ വലം വെക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പരിക്രമണം നടക്കുന്ന സമയത്ത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിട്ട് വരുന്ന ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. മറക്കരുത്, മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഈ ദിനങ്ങളാണ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ ഇക്നോക്സ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് സമരാത്ര ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളാണ് സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മാർച്ച് 21 സെപ്റ്റംബർ 23 ഇക്നോക്സ് അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. ഇനി അയനാന്തങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയും പകലും തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ദൈർഘ്യത്തിൽ വ്യത്യാസം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് അയനാന്തങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ രാത്രിയുടെ ദൈർഘ്യം കൂടുതലാണ്, പകലിന്റെ ദൈർഘ്യം കുറവായിരിക്കും. അതുപോലെ തന്നെ പകല് കൂടുതലും രാത്രി കുറവുമായിട്ടും വരാറുണ്ട്. അപ്പൊ ഈ വ്യത്യാസങ്ങളെയാണ് നമ്മൾ അയനാന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സൂര്യൻ ദക്ഷിണായന രേഖയുടെ മുകളിൽ ആയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നതാണ് വിന്റർ സോൾസ്റ്റേസ് അഥവാ മകര അയനാന്തം അല്ലെങ്കിൽ ദക്ഷിണ അയനാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സൂര്യൻ ഉത്തരായന രേഖയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അറിയപ്പെടുന്നതാണ് കർക്കിടക അയനാന്തം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ ഉത്തരായന രേഖയുടെ മുകളിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നതാണ് കർക്കിടക അയനാന്തം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉത്തരാർദ്ധഗോളത്തില് ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ 21 സമ്മർ സോൾസ്റ്റേസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദക്ഷിണാർദ്ധഗോളത്തില് ഏറ്റവും കൂടുതൽ പകൽ അനുഭവപ്പെടുന്നത് ശൈത്യ അയനാന്തം അല്ലെങ്കിൽ വിന്റർ സോൾസ്റ്റേസ് ദിനത്തിലാണ്. ഡിസംബർ 22 വിന്റർ സോൾസ്റ്റേസ് ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശൈത്യ അയനാന്തം അനുഭവപ്പെടുന്നത് ഡിസംബർ 22. ഡിസംബർ 22ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പകൽ കൂടുതലായിരിക്കും, രാത്രി കുറവുമായിരിക്കും. ഓക്കെ, ഇനി ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്നത് ജൂൺ 21 കേട്ടോ. അപ്പൊ ഈ പോയിന്റ്സ് മറക്കാതെ പഠിച്ചിട്ട് വേണേ എല്ലാവരും പോകാന്. ഇക്കണോമിക്സിലോട്ട് കടക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് 5 ഇയർ പ്ലാൻസിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. അപ്പം 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം 1951 ഇന്ത്യയിലെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951 മുതൽ 56 വരെയുള്ള കാലയളവായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുമ്പം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അപ്പൊ സോവിയറ്റ് യൂണിയൻ ആണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് എന്ന്
എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കൃഷിക്കായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വ്യവസായത്തിന് പ്രാധാന്യം നൽകി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരുന്നത് സ്വയം പര്യാപ്തതയ്ക്കും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയ്ക്കുമായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമുള്ള പ്ലാൻ ഹോളിഡേയ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ, അതായത് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ റിവിഷൻ വീഡിയോസിനകത്ത് പറയുന്നുണ്ട്. ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയിലും ഈ പറഞ്ഞ സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച ഒക്കെ കാര്യങ്ങളായിരുന്നു വന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം വന്നു. ആറാം പഞ്ചവത്സര പദ്ധതിയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയും നബാർഡ് ആരംഭിച്ചതുമൊക്കെ ആറാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് വാർത്താവിനിമയ രംഗത്ത് ഇന്ത്യ പുരോഗതി കൈവരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി. ഇനി എട്ടാം പഞ്ചവത്സര പദ്ധതിക്കകത്താണ് മൻമോഹൻ മോഡൽ എന്ന പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. അത് മോഡേണൈസേഷൻ ആണ്, അതായത് ഇൻഡസ്ട്രീസിനെയൊക്കെ മോഡേണൈസ് ചെയ്തത്, അതായത് വ്യവസായ ആധുനികവൽക്കരണമായിരുന്നു. ഇനി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതല്ലാതെ സ്ത്രീ ശാക്തീകരണം ഒക്കെ വന്നിട്ടുള്ള കുടുംബശ്രീ പോലുള്ള പദ്ധതി, ജനകീയ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി പത്താം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സമഗ്ര വികസനമാണ്. 11ാം പഞ്ചവത്സര പദ്ധതി ആഭ്യന്തര ഉൽപാദന വളർച്ച കൂട്ടുക എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 17 വരെ ഉള്ളതിൽ പറയുന്ന എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളതാണ്. അപ്പൊ അത് മറ്റൊന്നുമല്ല, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സുസ്ഥിര വളർച്ച എന്നതായിരുന്നു. അതായത് ത്വരിതഗതിയിലുള്ള വളർച്ച, ദാറ്റ് മീൻസ് ഫാസ്റ്റർ ഗ്രോത്ത്, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഗ്രോത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് 12ാം പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി പഞ്ചവത്സര പദ്ധതികൾ ലേറ്റസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും പ്രധാനമായിട്ടും 3 മേഖലകളാണ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അല്ലെ? അപ്പൊ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കൃഷിയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. ദ്വിതീയ മേഖല എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വരുന്നത്. ഇനി തൃതീയ മേഖല എന്ന് പറയുന്നത് എന്താണ്? സേവനങ്ങളാണ് വരുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഖനനമാണ്, ദാറ്റ് മീൻസ് മൈനിങ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 5 ഇയർ പ്ലാൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഏതു പഞ്ചവത്സര പദ്ധതിയിലാണ് നീതിപൂർവകമായിട്ടുള്ള വളർച്ച, ഗരീബി ഹഠാവോ എന്നത് ലക്ഷ്യമാക്കിയിട്ടുള്ളത്? അപ്പോൾ ഗരീബി ഹഠാവോ എന്ന് പറയുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 1974-79 കാലയളവിലാണ് 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അടുത്തത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1956-61 കാലഘട്ടത്തിലാണ് 2ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി വന്നിട്ടുള്ളത്. ഇനി 2ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് വ്യാവസായിക മേഖലയ്ക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നീട് 12ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലേ. 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ 5 ഇയർ പ്ലാൻസിനകത്തും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സെക്ടേഴ്സ്, ഇതെല്ലാം തന്നെ പഠിച്ചു പോകുന്ന ഒന്നാണ്. അതിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് എന്താണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്, അതായത് പീരീഡ് ഓഫ് പ്ലാൻ ഹോളിഡേ ഇൻ ഇന്ത്യ. അതായത് 5 ഇയർ പ്ലാൻസിനിടയിൽ ചില വർഷങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പ്ലാൻ ഹോളിഡേസ് ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. എസ്പെഷ്യലി 3rd 5 ഇയർ പ്ലാനിലാണ് ഈ ഒരു ഫിനോമിന ഉണ്ടായത്. അപ്പം ആദ്യത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 മുതൽ 55 വരെയുള്ള കാലയളവായിരുന്നു. ആൻഡ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 56 to 60 വരെയുള്ള കാലയളവായിരുന്നു. 3rd 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 61 to 66 ആണ്. അപ്പൊ ഈ 3rd 5 ഇയർ പ്ലാന് ശേഷമാണ്, അതായത് 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് എന്താണ്? 66 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ്. അതായത് 3rd 5 ഇയർ പ്ലാന് ശേഷമുള്ള കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു കാലയളവിലാണ് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം നടന്നത്.
അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെട്ട യുദ്ധം, അതുപോലെ തന്നെ മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ, അതായത് മൂന്നാമത്തെ വർഷത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഫെയിലർ ആയി, അതായത് ആ ഒരു പദ്ധതി പ്രകാരമുള്ള നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളും ഫെയിലർ ആയതുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള 66 മുതൽ 69 വരെയുള്ള കാലയളവ് പ്ലാൻ ഹോളിഡേ പീരീഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ഡ്യൂറിംഗ് ദിസ് പ്ലാൻ ആനുവൽ പ്ലാൻസ് വെയർ മെയ്ഡ് ആൻഡ് ഈക്വൽ പ്രയോറിറ്റി വാസ് ഗിവൻ ടു അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ ആൻഡ് ഇൻഡസ്ട്രി സെക്ടർ. അപ്പോൾ ഈ ഒരു തേർഡ് 5 ഇയർ പ്ലാന് ശേഷമുള്ള കാലയളവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആനുവൽ പ്ലാൻസ് ആണ്. അതായത് ഓരോ വർഷവും ഓരോ പ്രത്യേക ഒബ്ജക്റ്റീവ് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യുന്ന വാർഷിക പ്ലാനുകളായിരുന്നു നടപ്പിലാക്കി വന്നത്. ആ ഒരു കാലയളവിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൃഷിക്കും കൃഷിയോടനുബന്ധമായി കിടക്കുന്ന മറ്റ് സെക്ടേഴ്സ് ലൈക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇങ്ങനെയുള്ള സെക്ടേഴ്സിനായിരുന്നു ആ ഒരു കാലയളവിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇന്ത്യയിലെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്ന് പറയുന്നത് 66 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു പീരീഡിലേക്ക് നയിച്ച റീസൺ എന്ന് പറയുന്നത് ഇൻഡോ പാകിസ്ഥാൻ യുദ്ധവും അതുപോലെ തന്നെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഫെയിലർ ആയതുമാണ് പ്രധാനമായിട്ടുള്ള കാരണം. ഇനി പ്ലാൻ ഹോളിഡേ കാലയളവിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അഗ്രികൾച്ചർ, അലൈഡ് സെക്ടർ ആൻഡ് ഇൻഡസ്ട്രി സെക്ടറാണ്. പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചില പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത് വ്യത്യസ്ത ഭരണഘടനകളിൽ നിന്നും, അതായത് വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണഘടനകളിൽ നിന്നും ഒക്കെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിനും അധികാരം ഉള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മുടെ ഫെഡറൽ വ്യവസ്ഥ തരംതിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും രണ്ടുപേർക്കും റോളുള്ള ലിസ്റ്റ് ആണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് തുടങ്ങിയവയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദേശകാര്യം, റെയിൽവേ, പ്രതിരോധം, സെൻസസ്, ടെലിഫോൺ, ലോട്ടറി, പോസ്റ്റ് ഓഫീസ്, കസ്റ്റംസ്, അതുപോലെ തന്നെ വരുമാന നികുതി, ഇതെല്ലാം ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. പോലീസ്, ജയിൽ, തദ്ദേശ ഭരണം, ഗതാഗതം, പൊതുജനാരോഗ്യം, കൃഷി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്, ക്രമസമാധാനം, ഇവയെല്ലാം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് വിദ്യാഭ്യാസം, വനം, ഇലക്ട്രിസിറ്റി, ജനസംഖ്യാ നിയന്ത്രണം, വിവാഹം, വിവാഹമോചനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഇതെല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ് പ്രിയാമ്പിൾ, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ തന്നെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതും സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതും ഒക്കെ തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതാണ് ബ്രിട്ടൻ. പാർലമെന്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം, ദ്വിമണ്ഡല സമ്പ്രദായം, ക്യാബിനറ്റ്, ഇതെല്ലാം തന്നെ ബ്രിട്ടൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ് റെസിഡ്യുവറി പവേഴ്സ് എന്ന് പറയുന്നത്, അതായത് കേന്ദ്രത്തിനുള്ള അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാതെ ഉള്ളവയാണ് അവശിഷ്ട അധികാരത്തിന്റെ പരിധിയിൽ വരുന്നത്. സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് തുടങ്ങിയിട്ടുള്ളവ കടമെടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്ററി സംയുക്ത സമ്മേളനം, അതുപോലെ തന്നെ വാണിജ്യ വ്യാപാര കാര്യങ്ങളൊക്കെ തന്നെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. റിട്ടുകൾ പൊളിറ്റിക്കൽ സയൻസിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്
കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. റിട്ട് എന്നത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. ബ്രിട്ടനിൽ നിന്നുമാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്കും 226-ാം അനുച്ഛേദ പ്രകാരം ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരമുണ്ട്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോർട്ടാണ്. മൗലിക അവകാശങ്ങളോടൊപ്പം തന്നെ നിയമപരമായി മറ്റ് അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് കഴിയും. ഈ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരം സുപ്രീം കോടതിയുടേതിനേക്കാൾ വിശാലമായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ കോടതിക്ക് അധികാരമില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം പറയുന്നത് ഹൈക്കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ ഹൈക്കോടതിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് റിട്ടുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആയിട്ടും 5 റിട്ടുകളാണുള്ളത്. ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ളത് ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണെന്നുള്ളതാണ്. ഹേബിയസ് കോർപ്പസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെൻഡാമസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നു എന്നുള്ളതാണ്. കോവാറന്റോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ആൻഡ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അധികാരത്തിന്റെ അതിർത്തി ലംഘനമാണ്. ആൻഡ് സെർഷ്യോറി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുക എന്നർത്ഥമുള്ളതാണ് കേട്ടോ. അപ്പോൾ റിട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ റിട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പോയിന്റ്സുകൾ കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെഡഗോഗിയിൽ നിന്ന് നോക്കാം. അപ്പൊ പെഡഗോഗിയിൽ തന്നിരിക്കുന്നത് പ്രൊസീഡ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ, അതായത് ഒരു ജനറൽ ടോപ്പിക്കിനെ ഒരു സ്പെസിഫൈ ചെയ്തൊരു പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരുന്ന പ്രൊസീജിയർ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഡിഡക്റ്റീവ് മെത്തേഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഡിഡക്റ്റീവ് എന്ന് നമുക്കറിയാം. അതുപോലെ ഇൻഡക്റ്റീവ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒരു ജനറൽ ടോപ്പിക്കിനെ ഒരു സ്പെസിഫിക് ആക്കി മാറ്റുന്നതാണ് ഡിഡക്റ്റീവ്. നിങ്ങൾ ഓർക്കുക, ജനറൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവത്തിനെ ചുരുക്കി ഒരു ചെറിയ പോർഷൻ ആക്കി മാറ്റുന്നത് ഡിഡക്റ്റീവ്. ഇനി ഒരു ചെറിയ സംഭവത്തിനെ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു ടോപ്പിക് ആക്കുന്നത് ഇൻഡക്റ്റീവ്. അതായത് പർട്ടിക്കുലർ ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ആണ്. ഹായ് ഡിയേഴ്സ്, ഏവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ക്ലാസ്സുകളെല്ലാം കണ്ടിരുന്നതിന് ഏവർക്കും നന്ദി. അതുപോലെ തന്നെ വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് സ്കോർ ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ട് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കോച്ചിങ് എടുത്തേ മതിയാകൂ എന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടോസ് അക്കാഡമി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ലൈവ് സെഷൻസുകളും ഡൗട്ട് ക്ലിയറിങ്ങും പേഴ്സണൽ മെന്റർഷിപ്പും ഒക്കെ തന്നെ ടോസ് അക്കാഡമി ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ടോസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. All the very best, dears.